പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാറുണ്ട്. അതുപോലെ നമ്മൾ പല കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. നമുക്ക് നമ്മൾ ചോദിച്ച കാര്യങ്ങൾ ലഭിക്കുന്നില്ല, ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല. പല ആളുകളുടെയും ആശങ്കയാണ്, എന്താണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമാണോ, എനിക്കെന്താണ് അങ്ങനെ ചോദിച്ചത് ലഭിക്കാത്തത്. അങ്ങനെ പല ആളുകൾക്ക് വിശ്വാസം വരെ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ദുആയിൽ നമ്മൾ പരിഗണിക്കേണ്ട ആദാബുകൾ, എന്തുകൊണ്ടാണ് നമുക്ക് ദുആക്ക് ഇജാബത്ത് കിട്ടാത്തത്, അതിനെക്കുറിച്ചൊക്കെ ഹദീസുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹദീസുകളിൽ നിന്ന് നമ്മൾ ശേഖരിച്ചിട്ടുള്ള 25-ൽ കൂടുതൽ ആദാബുകൾ ദുആൻ്റെ, ഇത് ഒരാൾ ദുആ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, നമുക്ക് ഒരാൾക്ക് ഒരാവശ്യങ്ങളുണ്ടാവും. വലിയ രോഗങ്ങൾ ശരിയാകണം, വീട് വേണം, കടങ്ങൾ മാറണം, അതുപോലെ നല്ല ജോലി ലഭിക്കണം, ഇങ്ങനെ പല പല ലക്ഷ്യങ്ങളുണ്ടാവും. ഭൗതികമായതും പരലോകവുമായി ബന്ധപ്പെട്ട അങ്ങനെ പല ലക്ഷ്യങ്ങളുണ്ടാവും. പക്ഷെ അതൊന്നും സാധിക്കുന്നില്ല, അത് നമുക്ക് ദുആക്ക് ഉത്തരം ലഭിക്കുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് നമുക്ക് ഹദീസ് വായിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ ആദാബുകൾ, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരമാവധി ആളുകളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇതുപോലെ നല്ല നല്ല വിഷയങ്ങൾ നമുക്കിതിൽ ചർച്ച ചെയ്യണം. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് തജന്നബുൽ ഹറാമി മഅ്കലൻ വ മശ്റബൻ വ മൽബസ. ഹദീസുകളിൽ കാണാം, ഒരാളുടെ വസ്ത്രം, ഭക്ഷണം, പാനീയം അത് ഹറാമിൽ നിന്നാണെങ്കിൽ അവനിക്ക് ദുആക്ക് ഇജാബത്ത് കിട്ടില്ല. അപ്പോൾ നമ്മൾ പൊതുവെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ ഈ അടുത്ത് ഞങ്ങളുടെ ഉസ്താദായ ഒരു സൂഫിവര്യനായ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം ഞങ്ങളൊക്കെ വിളിച്ചു കൂട്ടി പറഞ്ഞു, നിങ്ങൾ മാംസം, കോഴി മാംസം, അതുപോലെ മാംസം മൊത്തത്തിൽ നിങ്ങൾ മറ്റുള്ള പൊതുവിടങ്ങളിൽ നിന്നും കഴിക്കരുത്. ഒന്നിരിക്കലും നിങ്ങൾ സ്വന്തം കൈകൊണ്ട് അറക്കുക, അല്ലെങ്കിൽ അത് അറവ് ശരിയായ രൂപത്തിലായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ നിങ്ങൾ കഴിക്കുക. കാരണം ഇപ്പോൾ കൂടുതൽ ചിക്കൻ സ്റ്റാളുകളിലും അതുപോലെ ഈ ബീഫ് സ്റ്റാളുകളിലും മട്ടൺ സ്റ്റാളുകളിലൊക്കെ അതിന് നിയമങ്ങൾ പാലിക്കാതെ ഒരാൾ മാത്രം കൂടി അതിനെ ശിക്ഷിച്ചും കൊണ്ട് അതിൻ്റെ തല കഷ്ണിച്ചും കൊണ്ടുള്ള ആ ഒരു രീതിയിലുള്ള ശവം, ആ ശവം തിന്നാൽ അത് ഹറാമാണ്. ഹറാം നമ്മുടെ വയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഫാസ്റ്റ് ഫുഡുകളും മറ്റൊക്കെ ഇങ്ങനെ തന്നെ. അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ പറഞ്ഞതിന് ശേഷം അത് പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ വാങ്ങുകയാണെങ്കിൽ തന്നെ കടയിൽ പോയി നമ്മൾ അറക്കുക. അതിൻ്റെ നിയമങ്ങൾ, അന്നനാളം, ശ്വാസനാളം മുറിയണം, വെള്ളം കുടിക്കണം, ബിസ്മി ചൊല്ലണം, കത്തി മൂർച്ചയുള്ളതാവണം, ഇങ്ങനെ കുറേ നിബന്ധനകളൊക്കെ അറവുമായി ബന്ധപ്പെട്ട് അതൊക്കെ പാലിച്ചും കൊണ്ട് അറുത്ത ആ കോഴി, അതുപോലെ പോത്ത്, മറ്റതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വാങ്ങിക്കഴിക്കുകയാണെങ്കിൽ ഇത് ഹലാലാവും. അല്ലാതെ അതിൻ്റെ നിയമങ്ങളൊന്നും പാലിക്കാതെ മൃഗങ്ങളെ ശിക്ഷിച്ചുകൊണ്ട് കൊന്നുകളഞ്ഞ് അതിൻ്റെ മാംസങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഹറാം ഭക്ഷിച്ചവരാണ്. നമുക്ക് വിവാദത്തുകളിൽ രസം കിട്ടുകയില്ല, ലദ്ദത്തുണ്ടാവില്ല, ഇജാബത്ത് കിട്ടും. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, ദുആ ചെയ്യുമ്പോൾ നമുക്ക് ഇജാബത്ത് കിട്ടാൻ ശ്രദ്ധിക്കേണ്ടത് അൽ ഇഖ്ലാസു ലില്ലാഹ്, വളരെ ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ ഭയഭക്തിയോടുകൂടെ ദുആ ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ ആദാബ്. മൂന്നാമത്തെ ആദാബുകൾ ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ള കാരണം തഖ്ദീമു അമലിൻ സ്വാലിഹിൻ യകൂന വസീലത്തൻ ലിദ്ദുആഇ. നല്ല കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ദുആ ചെയ്യണം. അതിന് മുമ്പ് നല്ല എന്തെങ്കിലും കാര്യം ചെയ്യാം. മക്കളെ സന്തോഷിപ്പിക്കുക, ഭാര്യ സന്തോഷിപ്പിക്കുക, വഴിയിൽ കാണുന്ന തടസ്സങ്ങൾ നീക്കുക, ഒരാളോട് കൊഞ്ചിരിക്കുക, ഇങ്ങനെ, അല്ലെങ്കിൽ ഉമ്മയെ വിളിച്ച് സന്തോഷിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കുടുംബത്തിലോട് തെറ്റി നിൽക്കുകയാണെങ്കിൽ അവരോട് വിളിച്ച് മാപ്പ് പറഞ്ഞ് അത് കുടുംബബന്ധം പുലർത്തുക. ഇങ്ങനെ നല്ല കാര്യങ്ങൾ എന്താണ്, സൽക്കർമ്മങ്ങൾ ഒരുപാടുണ്ടല്ലോ, ഏതെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുക ദുആ ചെയ്യുന്നതിന് മുമ്പ്. ഇത് ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ള ഒരു സബബാണ്. നാലാമത്തത് അൽ വുദൂ വ ത്വഹാറ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ വുദൂ ചെയ്യാറുണ്ടായിരുന്നു. നല്ല വൃത്തിയായ നല്ല വസ്ത്രം ധരിച്ച്, നല്ല വൃത്തിയുള്ള സ്ഥലത്ത് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വുദൂയോടുകൂടെ വളരെ ശുദ്ധിയോടുകൂടെയാണ് ദുആ ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ ദുആ ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കുക, ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ളൊരു കാരണമാണ്. അഞ്ചാമത്തതാണ് ഇസ്തിഖ്ബാലുൽ ഖിബ്ല. നമ്മൾ പരമാവധി ഖിബ്ലക്ക് മുന്നിട്ട് ദുആ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തുക. ആറാമത്തത് ഹദീസുകളിലൊക്കെ കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ 2 റക്അത്ത് നിസ്കരിക്കും, ഹാജത്തിൻ്റെ 2 റക്അത്ത്. അപ്പോൾ നമുക്കൊക്കെ വുളൂ ചെയ്ത് നല്ല സ്ഥലത്ത് ഹാജത്തിൻ്റെ 2 റക്അത്ത്, സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട് കരുതി എന്ത് ചെയ്യാം. ആദ്യത്തതിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തതിൽ
സൂറത്തുൽ ഇഖ്ലാസ് ഓതി നമുക്ക് നിസ്കരിച്ചതിന് ശേഷം ദുആ ചെയ്യാം. അതും ഇജാബത്ത് കിട്ടാനുള്ള ഒരു സബബാണെന്ന് ഹദീസിൽ കാണാം. ഏഴാമത്തത് തഖ്ദീമു സദഖ. ദുആക്ക് ഇജാബത്ത് കിട്ടാൻ വേണ്ടി ഒരുപാട് പണ്ഡിതന്മാർ മശായിഖുമാരൊക്കെ പറയുന്ന ഒരു വസീലയാണ് സദഖ കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത്, കൊടുക്കുന്നത് ചെറിയ സംഖ്യ ആണെങ്കിൽ സന്തോഷത്തോടു കൂടെ നല്ല നിയത്തോടു കൂടെ കൊടുക്കുക. അത് പുറത്ത് ആളെ കാണിക്കാൻ വേണ്ടിയാകണമെന്നില്ല. സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കാം, മക്കൾക്ക് കൊടുക്കാം, ഉമ്മക്ക് കൊടുക്കാം, അയൽവാസികൾക്ക് കൊടുക്കാം, ഉസ്താദുമാർക്ക് കൊടുക്കാം, നിങ്ങൾക്ക് കൊടുക്കാം. സ്വതക്ക കൊടുക്കുക നല്ല കരുത്തോട്. ദുആക്ക് ഇജാബത്ത് കിട്ടണം, എനിക്ക് ഇന്ന കാര്യം ഞാൻ ദുആ ചെയ്യാൻ വേണ്ടി പോവാണ്, നല്ല കരുത്തോടുകൂടെ സ്വതക്ക കൊടുക്കുക. അത് ഇജാബത്ത് കിട്ടാനുള്ള ഒരു വസീലയാണ്. എട്ടാമത്തത് ഇബ്തിദാഉ ദുആഇ ബിസ്സനാഇ അലല്ലാഹ്. ദുആ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ ചെയ്യുന്നതാണ്, എന്നാലും ഇത് ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. ഹംദ് കൊണ്ട് തുടങ്ങുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദ യുവാഫി നിഅമഹു വയുകാഫി മസീദ്. ഇത് ഹദീസുകളൊക്കെ വന്നതാണ്. നല്ലൊരു ഈ ഹംദിന്റെ വാക്കാണ്. അതുപോലെ അൽഹംദുലില്ലാഹി കസീറ ഹംദൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അല, അതും ചെല്ലാം. ആ രൂപത്തിലൊക്കെ നഹ്മദുല്ലാഹ് അഹ്മദുല്ലാഹ് ഏത് രീതിയിലാണെങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നതിലേക്ക് സൂചിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ്. ഒമ്പതാമത്തെ വസീലയാണ് ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ള കാരണം സ്വലാത്ത് ചൊല്ലുക. ദുആന്റെ തുടക്കത്തിൽ ഹംദൊക്കെ കഴിഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ, ഇതിൽ ഏത് സ്വലാത്തും ചൊല്ലാം. നമുക്ക് സ്വലാത്ത് സലാം ഉൾക്കൊള്ളിച്ച വസീകൾ ഏതും ചൊല്ലാം എന്നാണ് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലാം, അത് അഫ്ദലായ രൂപം തന്നെയാണ്. അത് നമ്മൾക്ക് സാധാരണഗതിയിൽ തുടക്കത്തിൽ ചൊല്ലും, പക്ഷെ മധ്യത്തിലും ചൊല്ലുക, അവസാനത്തിലും ചൊല്ലുക സ്വലാത്ത്. ചില സ്ഥലത്തൊക്കെ നിസ്കാരത്തിൻ്റെ ശേഷം ഒരു ദുആ കഴിഞ്ഞ ഹംദ് കൊണ്ടാണ് അവസാനിക്കേണ്ടത്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദ് കൊണ്ട് അവസാനിപ്പിക്കണം. ഇനി ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ 3 സ്വലാത്തൊക്കെ ചിലത് കാണാം. അത് കുഴപ്പമില്ല, കാരണം സ്വലാത്ത് നമ്മുടെ ദുആ അവിടെ അവസാനിച്ചു ഹംദ് കൊണ്ട്. പിന്നീട് നമുക്ക് സ്വലാത്ത് സാധാരണക്കാരെ പോലെ മുൻഗാമികളെ പോലെ വർദ്ധിപ്പിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 10 സ്വലാത്തോ 3 സ്വലാത്തോ നമ്മൾ അത് തുടങ്ങുകയാണ്. അതൊരു പ്രത്യേക കാര്യം അമലേ ചെയ്യുന്നതിൻ്റെ ശേഷം ദുആ കഴിഞ്ഞതിന് ശേഷം എന്ന് കൂട്ടി അത് തെറ്റല്ല എന്ന് നമുക്ക് പറയാം. ദുആ ചെയ്യുമ്പോൾ തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും സ്വലാത്ത് ചൊല്ലുക, ഇജാബത്ത് കിട്ടും. 10ാമത്തെ ആദാബ് ദുആക്ക് ഇജാബത്ത് കിട്ടാൻ റഫ്ഉൽ യദൈനി ഹദ്വൽ മൻകിബൈൻ, കൈ ചുമരിന് നേരെ ഉയർത്തുക. ചില ആളുകൾ ഇങ്ങനെ കൂടുതൽ ഉയർത്തുന്നത് കാണാം. അത് അതിനെക്കുറിച്ച് നിരോധം വന്നതായി ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ട് ഹദീസുകളിൽ. ഏതായാലും ഇങ്ങനെയാണ് ഉത്തമമായ രൂപം, ഇത്ര ഉയർത്തുക. അത് ഇങ്ങനെയും പിടിക്കാം, ഇങ്ങനെ കൂട്ടിപ്പിടിക്കാം. കൂട്ടിപ്പിടിക്കലാണ് നല്ലത്. കാരണം നമ്മൾ ഒരു വസ്തു ആരുടെ വാങ്ങുകയാണെങ്കിൽ ഇങ്ങനെ അതൊന്നും വീണു പോകാതെ എല്ലാം വാങ്ങുന്ന ആ ഒരു രീതിയിൽ അതേ സൂചിപ്പിക്കാൻ വേണ്ടി അള്ളാഹു തരുന്ന എല്ലാ റഹ്മത്തും നമ്മൾ ഒന്നും വീണു പോകാതെ നമ്മൾ വാങ്ങാൻ വേണ്ടി ചോദിക്കാവുന്ന രൂപത്തിൽ ഇങ്ങനെ കൈകോർത്ത് ഇങ്ങനെ ഈ രൂപത്തിൽ വളരെ ഒരു പാവപ്പെട്ട മിസ്കീൻ എങ്ങനെയാണോ നിൽക്കുക അതുപോലെ വളരെ ശാന്തനായി ചോദിക്കുക. ഇതാണ് ദുആന്റെ ആ രൂപം. 11ാമത്തെ ആദാബ് അത്തഅദ്ദുബു വൽ ഖുശൂഉ വൽ മസ്കന. അതുപോലെ ശാന്തനായി, ഇങ്ങനെ ഇളക്കവും ചാട്ടവും ഒന്നും പാടില്ല ദുആയിൽ. വളരെ ശാന്തതയോടുകൂടെ ദുആ ചെയ്യുക, നല്ല ചിട്ടയോടുകൂടെ ദുആ ചെയ്യുക എന്നുള്ളതാണ്. 12ാമത്തെ ആദാബ് യസ്അലല്ലാഹ ഹാജതഹു വയദുഉ അല്ലാഹ ബി അസ്മാഇൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്ന കൊണ്ട് ദുആ ചെയ്യുക. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഹദീസുകളിൽ തന്നെ കാണാം. നിങ്ങൾ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ദുആ ചെയ്യുകയാണെങ്കിൽ ഇൻ തദ്ഉഹു ഫലഹുൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. നിങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിൽ അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ദുആ ചെയ്യുക, അത് ഇജാബത്ത് കിട്ടുമെന്ന് ഹദീസിലുണ്ട്. അപ്പോൾ അസ്മാഉൽ ഹുസ്ന എല്ലാം ചൊല്ലണമെന്നില്ല. അതിൽ നമ്മൾ സാധാരണ ഉസ്താദന്മാർക്ക് ദുആ റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാർ ആയതുപോലെ അതിൽപ്പെട്ട കുറച്ച് അസ്മാഉൽ ഹുസ്ന ചൊല്ലിയാലും ഇജാബത്ത് കിട്ടും. അപ്പോൾ അത് ഇടയ്ക്കിടെ നമുക്ക് ദുആ ചെയ്ത് യാ റഹ്മാൻ റഹീമീൻ യാ ദൽ ജലാലി വൽ ഇക്റാം എന്നൊക്കെ ചെയ്യാം. ഒക്കെ പറഞ്ഞാൽ ഇജാബത്ത് കിട്ടാനുള്ള കാരണങ്ങളാണ്. 13ാമത്തേതാണ് ദുആയിൽ എന്താണോ നമ്മുടെ ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ചുള്ള അസ്മാഉൽ ഹുസ്ന. ഉദാഹരണത്തിന് രോഗം ശിഫയാണെങ്കിൽ യാ ഷാഫി യാ കാഫി യാ മുആഫി, അതിനോട് യോജിച്ച നമ്മുടെ ആവശ്യത്തിനോട് യോജിച്ച അസ്മാഉൽ ഹുസ്ന. ഭക്ഷണത്തിന് വേണ്ടി യാ റാസിഖു, അതുപോലെ സംരക്ഷണത്തിന് വേണ്ടി യാ ഹാഫിളു. ഇങ്ങനെ ഓരോ വിഷയങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാം, ഹിദായത്തിന് യാ ഹാദി യാ റഷീദു. ഇങ്ങനെ എന്താണോ നമ്മുടെ ആവശ്യം അതനുസരിച്ചുള്ള അസ്മാഉൽ ഹുസ്ന കൂടുതൽ ദുആയിൽ ഉൾപ്പെടുത്തുക, ഇജാബത്ത് കിട്ടാനുള്ള ഒരു കാരണമാണെന്ന് ഹദീസിൽ കാണാം. 14ാമത്തേതാണ് അത്തവസ്സുലു ബിൽ അംബിയാഇ വൽ മുർസലീൻ വൽ ഔലിയാഇ വസ്സുലഹാഇ. അംബിയാക്കൾ
മുസ്ലിങ്ങൾ മഹാന്മാരെ തവസ്സുൽ ചെയ്ത് അള്ളാഹുവിനോട് ചോദിക്കുക. അത് ഖുർആനിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് ദുആ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ബിഹഖി മുഹമ്മദിൻ എന്ന് ദുആ ചെയ്യണം. അതുപോലെ ആദം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുമ്പോഴും ബിഹഖി മുഹമ്മദിൻ എന്ന് ദുആ ചെയ്യുന്നത് ഹദീസിൽ കാണാം. അപ്പോൾ അതൊന്നും തെറ്റായ കാര്യങ്ങളല്ല, അതിൽ തെറ്റായ വിഷയങ്ങളൊന്നും കടന്നു വരുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, ഹദീസിലുള്ളതാണ്. അതേസമയത്ത് ചില ആളുകൾക്ക് ഹദീസുകൾ മനസ്സിലാക്കാത്തത് കൊണ്ടോ ഏതെങ്കിലും ഹദീസ് വൈരുദ്ധ്യമാണെന്ന് ബാഹ്യമായി തോന്നിയതിൻ്റെ പേരിലോ ചിലപ്പോൾ അവരെന്ത് പറയും, ഇത് ചെയ്യാൻ പാടില്ല, തെറ്റാണെന്നൊക്കെ പറയും. അത് അറിവ് കുറവ് കൊണ്ടാണ്, അതിലൊന്നും അവർ പെട്ടുപോകരുത്. അപ്പോൾ നല്ല കാര്യമാണെന്ന് ഹദീസിൽ കാണാം, മഹാന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ധാരാളം ഹദീസുകളിലും ഗ്രന്ഥങ്ങളൊക്കെ കാണാം. 15ാമത്തെ ആദാബാണ് ഹഫ്ലുസ് സൗത്ത് ബൈനൽ ജഹ്രി വൽ ഇസ്റാർ. അതായത് ദുആ ചെയ്യുമ്പോൾ ഉറച്ചത്തിൽ ദുആ ചെയ്യും. ചില ആളുകൾക്ക് ഉറക്കാമീൻ പറയാം, അങ്ങനെ പറയരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അത്ര ഉച്ചത്തിൽ ദുആ ചെയ്യുക. കാരണം അള്ളാഹു ചെവി കേൾക്കാത്തവനല്ല. ശാന്തരായി ദുആ ചെയ്യുക. എന്നാലും മെല്ലെ പതുക്കെയുമല്ല, ഒരു മീഡിയം രീതിയിൽ മിതത്വം പാലിച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുക. തീർച്ചയായും ആ ദുആ ഇജാബത്ത് കിട്ടും, ഹദീസുകളിൽ വന്നതാണ്. അതുപോലെ ദുആ ചെയ്യുമ്പോൾ അൽ-ഇസ്തിഗ്ഫാറു ബിദ്ദുനൂബ്, ഇസ്തിഗ്ഫാർ ഞാൻ പൊതുവെ ഒരുപാട് ആളുകൾക്ക് കൊടുക്കാറുള്ളത്. ഇസ്തിഗ്ഫാർ ഖുർആനിൽ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദിക്റാണ്. 170 കൂടുതൽ ചൊല്ലാറുണ്ടായിരുന്നു. തെറ്റ് ചെയ്യണമെന്നില്ല, ഇസ്തിഗ്ഫാർ ചൊല്ലുക ഒരു അടിമയുടെ അടിമത്വം സമ്മതിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അള്ളാഹുവിൻ്റെ അളമത്ത് അറിയിക്കണം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അത് ധാരാളം ചൊല്ലുക. ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു 11 ഇസ്തിഗ്ഫാർ ചൊല്ലി തുടങ്ങാം. നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അമ്പിയാക്കളുടെയും മഹാന്മാരുടെയും ഒരു ഫാത്തിഹ ഓതിയതിന് ശേഷം ദുആ ചെയ്യുക, ഇജാബത്ത് കിട്ടും. അതിന് കാരണമാണ് ദുആ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ ബദാഅതു ബിനഫ്സി, ആദ്യം നമ്മുടെ സ്വന്തത്തിന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹുമ്മ ഗ്ഫിർലി വലി അബി, അല്ലാഹുമ്മ ഗ്ഫിർലി വലി ഉമ്മി, അല്ലാഹുമ്മ ഗ്ഫിർലി വലി അഖി, അല്ലാഹുമ്മ ഗ്ഫിർലി വലി സൗജതി വലി ഔലാദി വലി അഹ്ബാബി. ഈ രൂപത്തിൽ സ്വന്തത്തിനിക്ക് ദുആ ചെയ്യുക, പിന്നെ മറ്റുള്ള ആളുകൾ ദുആ. ഇതങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നത്. 18ാമത്തെ ഒരു ആദാബാണ് യസ്അല ബിഅസ്മിൻ വറഗ്ബ. ദുആ ചെയ്യുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടെ, ഒരു ശുഭപ്രതീക്ഷയോടുകൂടെ, ആഗ്രഹത്തോടുകൂടെ, ദുആ ഇജാബത്ത് കിട്ടുമെന്ന പ്രതീക്ഷയോടെ ദുആ ചെയ്യുക. കിട്ടോ ഇല്ലേ അങ്ങനെ ആ ഒരു സംശയത്തോടെ ദുആ ചെയ്യാൻ പാടില്ല. പ്രതീക്ഷ എപ്പോഴും വേണം. ആ രൂപത്തിലാണ് ദുആ ചെയ്യേണ്ടത്. ഇജാബത്ത് കിട്ടാനുള്ള ഒരു കാരണമാണ്. 19ാമത്തേതാണ് ഇഹ്ലാറുൽ ഖൽബ്. നമ്മൾ ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്, കാര്യമായി വീട്ടിലേക്കൊക്കെ ക്ഷണിച്ചു കൊണ്ടുപോകും, വലിയ സയ്യിദന്മാരെ കൊണ്ടുപോകും ദുആ ചെയ്യാൻ വേണ്ടി, യാത്ര പോകുമ്പോഴോ കല്യാണത്തിനൊക്കെ. ഇയാൾ വളരെ അശ്രദ്ധയോടുകൂടെ ഇങ്ങനെ കൈപിടിച്ച് ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുന്നുണ്ടാവും. ദുആ ചെയ്യുന്ന ആൾ ചിലപ്പോൾ ഇജാബത്ത് കിട്ടുന്ന ആളാണെങ്കിലും ആ ഇജാബത്ത് ഇയാൾക്ക് കിട്ടൂല. കാരണം അദ്ദേഹം അശ്രദ്ധവാനാണ്. നമ്മൾ ഒരു കടയിൽ പോയി അല്ലെങ്കിൽ ഒരാൾ നമുക്കൊരു സമ്മാനം തരികയാണെങ്കിൽ തന്നെ നമ്മൾ അയാളോട് വളരെ ബഹുമാനത്തോടെ വാങ്ങാം. ഇങ്ങനെ വാങ്ങുമോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിച്ച് അശ്രദ്ധയോടുകൂടെ ഇരിക്കുക? ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുപോലെ 20ാമത്തെ ആദാബാണ് തക്രീറു ദുആ. നമ്മൾ എന്താണോ ചോദിക്കുന്നത്, ഉദാഹരണത്തിന് രോഗം ശിഫയാക്കണം, അപ്പോൾ അവിടെ 3 വട്ടം ആവർത്തിക്കൽ സുന്നത്താണ്. അല്ലാഹുവേ ശിഫയാക്കണേ, അല്ലാഹുവേ ശിഫയാക്കണേ, അല്ലാഹുവേ ശിഫയാക്കണേ. അങ്ങനെ ഏത് കാര്യമാണ് ചോദിക്കുന്നത് 3 വട്ടം ആവർത്തിക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. 21ാമത്തേത് വളരെ ശ്രദ്ധിക്കുക. അല്ലാ യദുഅ ബിഖതിഅത്തി റഹ്മിൻ വലാ ബിഇസ്മിൻ. ദുആ ചെയ്യുമ്പോൾ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. വാപ്പക്കെതിരെ, ഉമ്മക്കെതിരെ, മക്കൾക്കെതിരെ, അയൽവാസികൾക്കെതിരെ, കുടുംബബന്ധം മുറിയാൻ വേണ്ടി ദുആ ചെയ്യുക. ഇതൊന്നും ദുആ ചെയ്താൽ പിന്നെ തീരെ ഇജാബത്ത് കിട്ടുക. അപ്പോൾ ശ്രദ്ധിക്കുക കാര്യങ്ങൾ. അവർക്കെതിരെ പിന്നെ ശാപം നടത്തുക, അതൊന്നും ചെയ്യാൻ പാടില്ല. ദുആക്ക് ഇജാബത്ത് ഒരിക്കലും ലഭിക്കില്ല. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ദുആ ചെയ്യുമ്പോൾ. അതുപോലെ 22ാമത്തെ ആദാബാണ് അയ്യസ്അല ഹാജതഹു കുല്ലഹ. ചില ആളുകൾ വലിയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ കിട്ടുമോ, ചെറിയ ചെറിയ കാര്യങ്ങളെ ചോദിക്കാൻ പറ്റുള്ളൂ, അള്ളാഹുവിൻ്റെതൊക്കെ ചോദിച്ചാൽ കിട്ടുമോ എനിക്ക്, ഈ രൂപത്തിലൊന്നും നമ്മൾ ദുആ ചെയ്യരുത്. ഏത് ചെറിയ കാര്യവും വലിയ കാര്യവും ഒക്കെ ചോദിക്കാം. അള്ളാഹുവിന് ചോദിക്കുന്തോറും ഇഷ്ടം കൂടുന്നവനാണ്. ചോദിക്കാത്തവനോട് ദേഷ്യമാണ്. മനുഷ്യർ ചോദിക്കുന്തോറും ദേഷ്യം കൂടുന്നവരാണ്. എത്ര കണ്ട് ചോദ്യം കുറക്കുന്ന അത്ര കണ്ട് ഇഷ്ടമാണ് മനുഷ്യൻ. പക്ഷെ അള്ളാഹുവിന് ഇഷ്ടം കൂടിക്കൂടി വരികയാണ് ചോദിക്കുന്തോറും. കരുണയുള്ളവനാണ്, കൃപയുള്ളവനാണ്, അതുകൊണ്ട് ചോദിക്കുക. അതുപോലെ അയ്യംസഹ വജ്ഹഹു ബിയദിഹി ബഅദൽ ഫറാഗി മിനൽ ദുആ. ദുആ ചെയ്ത് കഴിഞ്ഞാൽ മുഖം ഇങ്ങനെ തടവുക. ആഖിറു ദഅവാന
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുഖം തടവൽ പ്രത്യേകം സുന്നത്താണ്. അതേസമയത്ത് ഇങ്ങനെ മുത്തലിനെ കുറിച്ച് ഹദീസുകളിലോ മറ്റു സ്ഥലങ്ങളിലൊന്നും കാണുന്നില്ല. അതിനൊരു അസ്ല് കാണുന്നില്ല. ഇങ്ങനെ പ്രത്യേകം മുത്ത് അതുപോലെ നെഞ്ഞിലേക്ക് ഇങ്ങനെ തടവുക ഇങ്ങനെ കാര്യങ്ങളൊന്നും ഹദീസുകളിൽ കണ്ടിട്ടില്ല. ഇങ്ങനെ മസ്ഹ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ദുആ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ല യസ്തഅജില ബിൽ ഇജാബ, ഇജാബത്ത് പെട്ടെന്ന് തരണേ പെട്ടെന്ന് തരണേ, എന്താ തരാത്തത്, ഞാൻ എത്ര ദിവസമായി ദുആ ചെയ്യുന്നത്, എനിക്ക് ഉത്തരം കിട്ടുന്നില്ല, ഇങ്ങനെ അജലത്ത് തിരക്ക് പിടിക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എനിക്ക് എപ്പോൾ ഉത്തരം ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് നന്നായി അറിയുന്നവരാണ് അള്ളാഹു. നീ ദുആ ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ അള്ളാഹു ചെയ്തുകൊള്ളും. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ദുആ ചെയ്യുമ്പോൾ മറ്റൊരു ആദാബാണ് നീ യതറസ്സദൽ അസ്മാന ഷരീഫ, നല്ല സമയങ്ങൾ, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയങ്ങൾ, അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ സംസാരിക്കാം. അപ്പോൾ ആ വീഡിയോകൾ കണ്ടാൽ മതി. ഒരുപാട് സമയങ്ങൾ, പ്രത്യേക സമയങ്ങൾ, ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന സമയങ്ങൾ പരിഗണിച്ചുകൊണ്ട് ദുആ ചെയ്യുക, ഇജാബത്ത് കിട്ടാനുള്ള കാരണമാണ്. അതുപോലെ അൽ മക്കാൻ ഷരീഫ, സ്ഥലങ്ങൾ പരിഗണിക്കുക. പ്രത്യേക സമയങ്ങളുണ്ട്, ആ സമയങ്ങൾ പരിഗണിച്ച് സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിൽ പ്രത്യേക ഇജാബത്ത് ഉണ്ടെന്ന് ഹദീസുകളിൽ കാണാം. അതിനെക്കുറിച്ച് ഞാൻ ആ വീഡിയോയിൽ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അതുപോലെ ദുആ ചെയ്യുമ്പോൾ എല്ലാ യതകല്ലമ ഫി സജ്ഇ, നമ്മൾ പ്രാസൊപ്പിച്ച് ദുആ ചെയ്യുക. നമ്മുടെ കൂടുതൽ സാഹിത്യവാക്കുകൾ ഉപയോഗിക്കുക. അറബിയിലാണെങ്കിലും മലയാളത്തിലും അങ്ങനെയൊന്നും ഉപയോഗിക്കരുത്. നമ്മൾ ഒരു സാധാരണഗതിയിൽ ഒരു മിസ്കിനായ മനുഷ്യൻ വളരെ ശാന്തതയോടുകൂടെ പിന്നെ അല്ലാഹുവിനോട് ചോദിക്കുന്ന ആ രൂപത്തിൽ ചോദിക്കുക. അക്ഷരത്തെറ്റുകളോ അതൊന്നും വരാൻ പാടില്ല, അതൊക്കെ ശ്രദ്ധിക്കുക. കൂടുതൽ നമ്മൾ പിന്നെ അതിൻ്റെ പ്രാസമൊക്കെ ഒപ്പിക്കുന്നതിലും വാക്കിൻ്റെ ഘടനയിലും ശ്രദ്ധിക്കുന്നതിന് പകരം അള്ളാഹുലേക്ക് കൊണ്ട് ദുആ ചെയ്യുക. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അയ്യദുവ ബിൽ മഅസൂറ. ഇപ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷം തന്നെ പല സ്ഥലങ്ങളിലൊക്കെ പഴയ കാലം മുതൽ തന്നെ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുആകൾ എന്ന പേരിൽ പിന്നെ അല്ലാഹു മക്തുബ് ലികുല്ലി വാഹിദിൻ മിന്നാ ബറ, ഇങ്ങനെയൊക്കെ വിവരമുള്ള ആളുകൾ ഉസ്താദുകളൊക്കെ ദുആ ചെയ്യാറുണ്ട്. പക്ഷേ ഹദീസുകളിൽ വന്ന ദുആയാണ് ഏറ്റവും നല്ലത്. ഇതൊന്നും ഹദീസുകളിൽ ഇല്ലാത്തതുകൊണ്ട് ഉള്ളതുകൊണ്ട് ആ കൂട്ടത്തിൽ. എന്നാൽ ഹദീസുകളിൽ വന്ന റബ്ബന ആതിന, റബ്ബന തഖബ്ബൽ മിന്നാ, റബ്ബന ഹബ് ലനാ, റബ്ബന ഹബ് ലനാ മിൻ ലദുൻക, ഇങ്ങനെ കുറേ ദുആകളുണ്ട്. അതാണ് ഏറ്റവും നല്ലത്. കാരണം ഹദീസുകളിൽ വന്നതാകുമ്പോൾ അത് ഹദീസിൽ വന്നത് എന്ന നിലയ്ക്ക് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അതിന് ഇജാബത്തിന് കാരണമാകും. വിധങ്ങൾ ദുആ ചെയ്ത ദുആയാണ്, അപ്പോൾ അതിൽ കുറവുകളോ വീഴ്ചകളോ വരില്ല എന്ന നിലക്കും ഇജാബത്തിന് കാരണമാകും. അതുപോലെ ദുആ അവസാനിപ്പിക്കുമ്പോൾ ഹംദ് കൊണ്ട് സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുക. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ആ രൂപത്തിൽ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്, ഈ രൂപത്തിൽ സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കൽ ഇജാബത്ത് കിട്ടാനുള്ള കാരണമാണ്. അതിൻ്റെ ആദാബുകളിൽപ്പെട്ടതാണ്. അതുപോലെ യഖ്തിമ ബിത്തഅമീൻ, ആമീൻ കൊണ്ട് അവസാനിപ്പിക്കുക. അത് മൂന്നോട്ടാക്കൽ പ്രത്യേകം ആമീൻ 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 ഈ രൂപത്തിൽ നമ്മൾ അവസാനിപ്പിക്കുക. അതും പ്രത്യേകം ആദാബുകളിൽപ്പെട്ടതാണ്. ദുആ ഇജാബത്ത് കിട്ടാനുള്ള കാരണമാണെന്ന് ഹദീസുകളിൽ കാണാം. അതുപോലെ യഖ്തിമ ബിഖൗലി ബി റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം എന്ന് ഇമാമികൾ പറഞ്ഞതായി കാണാം. റബ്ബന തഖബ്ബൽ മിന്നാ എന്ന ദുആ കൊണ്ട് അവസാനിപ്പിക്കൽ പ്രത്യേകം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഉലമാക്കളൊക്കെ ആ ദുആ കൊണ്ട് അവസാനിപ്പിക്കുന്നത്. അതൊക്കെ പിന്നെ തെളിവുകളുള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ദുആന്റെ ആദാബുകളൊക്കെ പാലിക്കുക. ഈ രൂപത്തിൽ നിങ്ങൾ ചോദിച്ചാൽ തീർച്ചയായും നിങ്ങൾ എന്താണോ ചോദിക്കുന്നത് അള്ളാഹു തന്നിരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.